സൂര്യൻ്റെ ജാതകത്തിന് അനുയോജ്യമായ 9 പൊരുത്തമുള്ളൊരു ആലോചന വന്നിരിക്കുന്നു. രോഹിണി നക്ഷത്രത്തിൽ പിറന്ന അനന്യ. ഹലോ പ്രിയമുള്ളവരെ, നമുക്കൊരു പുതിയ കഥ തുടങ്ങിയാലോ? അനന്യ ടീച്ചറുടെ കഥ. കുടുംബ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു ഭാഗ്യം കടന്നു വരുന്നു. പക്ഷേ ആ ഭാഗ്യത്തോട് ചേരാനുള്ളൊരു പൊരുത്തക്കേട്. കഥ ഞാൻ മുഴുവൻ പറയുന്നില്ല, ബാക്കി നമുക്ക് വായിച്ച് കേൾക്കാം. ഓക്കെ. അവൾ ഓടിച്ചെന്ന് കോഴിക്കോട് തുറന്നു. പിന്നെ അമ്മ അരിയിട്ട് വെച്ചിരിക്കുന്ന പഴയൊരു ഡപ്പയുടെ അടപ്പ് തുറന്ന ആ കുഞ്ഞി കൈകളിൽ പിടിക്കാവുന്ന അത്രയും അരിയെടുത്തു കുഞ്ഞമണിക്കോഴിക്കും കുഞ്ഞുങ്ങൾക്കും നേരെ വിതറി. അടുക്കളയിൽ അമ്മ ശാന്തി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും മാവ് ഒഴിക്കുമ്പോഴും ശൂശു എന്ന ശബ്ദം വരുന്നത് നോക്കി കൊതിയോടെ ദോശയും കാത്ത് അരികിൽ തന്നെ കാശിയിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ ഒന്ന് വേഗം, എനിക്ക് പോകാൻ സമയമായി. ഓ, തിരക്ക് കണ്ടാത്തോന്നും കളക്ടർ ഉദ്യോഗത്തിന് പോവാണെന്ന്. ആ സ്റ്റിക്കർ കടയിൽ പോയിരിക്കാനല്ലേ? ശാന്തി മുഖം തിരിച്ച് മാവ് കലക്കി. അതെന്താ അമ്മ അങ്ങനെ ഒരു സംസാരം? കളക്ടർ ഉദ്യോഗത്തിന് മാത്രമേ വില ഉള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നവർക്കും വണ്ടി മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നവർക്കും ഒരു വിലയില്ലേ? അതൊന്നൊരു ജോലിയല്ലേ? കാശി വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ പ്ലേറ്റും പിടിച്ച് എഴുന്നേറ്റു. എടാ, ആ ജോലി കൊണ്ടൊക്കെ കുടുംബം പുലരുമോ? അച്ഛൻ്റെ പെൻഷനും അവളെ ഒരുത്തിയുടെ ജോലി ഉള്ളതുകൊണ്ട് ഇവിടെ പട്ടിണിയില്ല. ഓ തുടങ്ങി. ഞാൻ നിന്നോട് എത്ര പറയുന്നു ആ ഡിഗ്രി ഒന്ന് മുഴുമിപ്പിക്കാൻ. അവന് സമയമില്ല. എന്തോ കാണിക്ക്. അമ്മ ഒരു ദോശ കൂടി കാശിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അവി പറക്കുന്ന ചൂട് ചായയും കയ്യിൽ പിടിച്ച് ഉമ്മറൽ ലക്ഷ്യമാക്കി അവർ നടന്നു. അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഗംഗാധര മാഷ്. റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. ചേട്ടാ, ചായ. അവളെന്തിയെ ശാന്തി? ചായ വാങ്ങിക്കുന്നതിനിടെ സോഡ കണ്ണട ഒന്ന് നേരെ അമർത്തി അയാൾ ഭാര്യയോട് ചോദിച്ചു. കുളിക്കുക. അപ്പോൾ ഇന്നും ബസ്സിലല്ല പോകുന്നതെന്ന് സാരം. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാതെ അയാൾ ചായ കുടിക്കാൻ തുടങ്ങി. മുഖത്ത് വന്ന സങ്കടം വെളിയിൽ കാണിക്കാതെ അവർ വീടിൻ്റെ പിന്നാമ്പുറത്ത് വന്ന് നിന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. പൊന്നി, മോളെ പൊന്നി. കുളിമുറി നോക്കി അമ്മ ഉറക്കെ വിളിച്ചു. ദാ വരുന്നു. കുളിമുറിയുടെ കതക് തുറന്ന് വെള്ളിക്കൊലുസ് കിലുങ്ങുന്ന പാദങ്ങൾ പടികളിറങ്ങി. മെറൂൺ സാരി എടുത്ത് വശ്യ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. തോർത്തുകൊണ്ട് നനഞ്ഞ മുടി കെട്ടിവെച്ചിരിക്കുന്നു. അവളുടെ നടത്തത്തിനൊത്ത് കാലിലെ കൊലുസുകൾ കൊഞ്ചിക്കൊണ്ടേയിരുന്നു. പരന്ന നെറ്റിത്തടം, തുടുത്ത കവിളുകൾ, ചുവന്ന നീളം ചുണ്ടുകൾ, പൊങ്ങി നിൽക്കുന്ന മെലിഞ്ഞ നീളം മൂക്ക്, വെളുത്ത നിറം. ഇതാണ് പൊന്നി എന്ന അനന്യ. ഇന്നും ലേറ്റായാൽ ബസ് പോകും കുട്ടിയെ. ശാന്തി അവളുടെ തലയിൽ നിന്ന് ആ തോർത്തു മാറ്റി ഒന്നുകൂടെ തലമുടി തോർത്തി. അറിയാം അമ്മേ, എന്ത് ചെയ്യാൻ, എൻ്റെ വിധി. നിനക്ക് കുറച്ചുകൂടെ നേരത്തെ ഒരുങ്ങാമായിരുന്നു. ബെസ്റ്റ്. ഇതിലും നേരത്തെ ഞാൻ ഒരുങ്ങി തുടങ്ങണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഉറങ്ങാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ കുളി അങ്ങോട്ട് നിർത്തേണ്ടി വരും. ഓടുന്നിടെ അമ്മയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മുറിയിലെത്തിയതും ചുമരിൽ തൂക്കിയ കൃഷ്ണഭഗവാന്റെ ഫോട്ടോക്കരികിലെത്തി അവൾ തൊഴുതു നിന്നു. എൻ്റെ കൃഷ്ണ, ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ഇന്നെങ്കിലും സ്കൂളിൽ പോകാൻ ആ ബസ് കിട്ടണേന്ന്. ദിവസവും 50 രൂപ ഓട്ടോ കൂലി കൊടുക്കാനില്ല. ഇല്ലാത്തോണ്ടാ. അവൾ വേഗം മുടി കൈകൊണ്ട് കോതി കയ്യിൽ വന്ന മുടിയിഴകൾ ചുറ്റിവെച്ചു. ചീർപ്പെടുത്തു ചീകി മുടി വൃത്തിയോടെ കെട്ടിവെച്ചു. ധൃതിയിൽ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച പൊട്ടെടുത്ത് കുത്തി. ഇത്രയേ ഉള്ളൂ ഒരുക്കം. എങ്കിലും സാരി എടുത്ത് ഒരുങ്ങിയിറങ്ങുന്നത് കാണാൻ നല്ല ചേല. അവൾ റൂമിൽ നിന്ന് വന്നതും ടേബിളിൽ അമ്മ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറുപാത്രം എടുത്ത് ബാഗിൽ വെച്ചു. കാശിയും മാളുവും ടേബിളിൽ ഇരിക്കുന്നുണ്ട്. മാളു ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കാശിയാണെങ്കിൽ ഫോണിൽ കാര്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാശിയും മാളുവും ടേബിളിൽ ഇരിക്കുന്നുണ്ട്. മാളു ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കാശിയാണെങ്കിൽ ഫോണിൽ കാര്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ, ദോശ കഴിച്ചിട്ട് പോ. ഉവേ, ദോശ കൂടെ കഴിക്കാൻ നിന്നാലേ ഫസ്റ്റ് അവറിൽ കയറാൻ പറ്റില്ല എന്നത് പോട്ടെ, സെക്കൻഡ് അവറിൽ പോലും പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ആ ഭാഗത്തോട്ട് പോണ്ട. അമ്മ വായിൽ തരാം. ഒന്ന് പോവമ്മേ. ഏട്ടനെ നോക്കണേ.
അവൾ ബാഗ് തോളിലിട്ട് ഇറങ്ങാൻ നേരം പറഞ്ഞു. പൊന്നി, അവൻ്റെ മരുന്ന് തീർന്നിരിക്കുന്നു, ശാന്തിയമ്മ അവളെ ഓർമ്മപ്പെടുത്തി. വാങ്ങാം അമ്മേ. അത് പറഞ്ഞതും അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് വീട്ടുകാർ കാണാതിരിക്കാൻ അവൾ വ്യഗ്രതയിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ചേച്ചി. അപ്പോഴാണ് കാശിക്ക് അനന്യ അവിടെ നിൽപ്പുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. എന്താടാ, ആ പെണ്ണൊരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് വിളിക്കുന്നത്? ഇത്രയും നേരം ആ കുന്ത്രാണ്ടത്തിൽ ഞോണ്ടിരുന്നപ്പോൾ അവന് കണ്ണു കണ്ടില്ല. ശാന്തിയമ്മ അവനോട് കയർത്തു. എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. അവൻ ഫോണൊക്കെ അവിടെ ഇട്ട് ചാടി എഴുന്നേറ്റ് വന്നു. എന്താ എൻ്റെ പൊന്നു കാശിനാഥന് പറയാനുള്ളത്? അനന്യ തിരിഞ്ഞു നോക്കുന്നതിനിടെ ഭിത്തിയിൽ തൂക്കിയിട്ട ക്ലോക്കിലേക്കും നോക്കി. അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയൂല. അമ്മ എല്ലാത്തിനും ഇടങ്കോലാണ്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. അവൻ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോടാ, നീ എന്താ അവളെ പെണ്ണ് കാണാൻ വന്നതാ? ദേ, ഇതുമാതിരി ഊള ടോക്കാണെങ്കിൽ അമ്മയാണെന്ന് നോക്കൂലേ അറ്റാക്ക് ചെയ്യൂ. ആടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് പറയാം. ഉവ്, ചേച്ചി വന്നാൽ പിന്നെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നടുക്കല്ലേ ഉണ്ടാവുക. ഒന്ന് നേരെ കാണാൻ കിട്ടുമോ? അതേടാ, അവൾ ഓടുന്നോണ്ട് ഈ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ട്. നീ ഓടുന്നോണ്ട് എന്ത് കാര്യം? ശാന്തിയമ്മ അവനെ നോക്കി മുഖം കനപ്പിച്ചു. അടുപ്പ് പുകയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഒരു പേപ്പർ തുണ്ടിട്ട് കത്തിച്ചാലും പുകഞ്ഞോളൂ. നീ നിന്ന് ചളിയടിക്കാതെ കാര്യം പറയടാ ചെറുക്ക. ഒരല്പം നേരം അനീന കൈ കെട്ടി നിന്ന് അത് അയച്ചിട്ടു. ഞാൻ എത്ര ദിവസമായി ചേച്ചിയോട് പറയുന്നു എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ. അതാകുമ്പോൾ കുറേ വർക്ക് ഫ്രം ഹോം ഉണ്ട്. എടാ, ലാപ്ടോപ്പിനൊക്കെയുള്ള കാശ് എവിടെ എൻ്റെ കയ്യിൽ? അനീനയുടെ മുഖത്ത് ദുഃഖം നിയലിച്ചു. ക്യാഷ് കയ്യിൽ വേണ്ട, ചേച്ചി ലോൺ എടുത്ത് തന്നാൽ മതി, ഞാൻ അടച്ചോളാം. ബെസ്റ്റ്. ഇതേപോലെ 8-10 മാസം മുമ്പ് പറഞ്ഞു. എന്തിന്? മൊബൈൽ ഫോൺ വാങ്ങാൻ. ഇവൻ്റെ വാക്കും കേട്ട് നീ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു, ഫോൺ വാങ്ങി. അന്നിതുപോലെ ഡയലോഗ് അടിച്ചു എന്നല്ലാതെ ലോൺ അടച്ചില്ല. ശാന്തിയമ്മ 2 പേർക്കും നടുവിൽ വന്നു നിന്നു. ഇതങ്ങനെയല്ല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ജോലി സെറ്റാ. ജോലി ഉണ്ടെങ്കിൽ ക്യാഷ് അടക്കാൻ എന്താ പാട്? ഇപ്പോൾ മോന് തൽക്കാലം ഫോണിലുള്ള ജോലി ചെയ്യ്, നമുക്ക് വഴിയുണ്ടാക്കാം. അച്ഛാ, ഞാൻ പോകുന്നു. ഉമ്മർത്തിരിക്കുന്ന അച്ഛനോട് യാത്ര പറഞ്ഞു ധൃതിയിൽ അവൾ ഓടി. ഓടുന്നിടെ തുറന്നു വെച്ച ജനൽപ്പാളിയുടെ ഇടയിലൂടെ അവളൊന്ന് എത്തി നോക്കി. നിങ്ങൾക്ക് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വന്നോളൂ. ഭാര്യയുടെ വിളി കേട്ട് മാഷ് ഹാളിലെ ടേബിളിൽ വന്നിരുന്നു കഴിക്കാൻ തുടങ്ങി. അവന് കൊടുത്തോ? കഴിക്കുന്നതിനിടെ അയാൾ ചോദിച്ചു. രാവിലെയുള്ള മരുന്ന് കൊടുത്തു, ഇനി കഞ്ഞി കൊടുക്കാം. ഈ ദോശയൊന്നും അവനിക്ക് പിടിക്കില്ല. മാഷ് ഒരു മൂളൽ മാത്രം നൽകി ദോശ കറിയിൽ മുക്കി കഴിക്കൽ തുടർന്നു. പ്രായം 70-നോടടുത്തിരിക്കുന്നു. പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങൾ കൊണ്ടും മനസ്സിലെ ഒരുപാട് ആദികൾ കൊണ്ടും ആ ശരീരമാകെ ക്ഷീണിച്ചിരിക്കുന്നു ഗംഗാധരൻ മാഷ്. ഏറ്റവും നല്ല മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള പ്രഗത്ഭനായ അധ്യാപകനാണ്. ഒരു കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. പഠിപ്പിച്ച കുട്ടികൾ അത്രയും നല്ല ഉയരങ്ങളിലെത്തിയവർ. അനന്യ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയെത്തി. ആഹാ, ഇതെന്താ ഗോപിക ടീച്ചർക്ക് ഇന്ന് ബസ് കിട്ടിയില്ലേ? ബസ് സ്റ്റോപ്പിലെത്തി ചുറ്റും നോക്കുന്ന സഹപ്രവർത്തക ഗോപിക ടീച്ചറോട് ശ്വാസമൊന്നെടുത്തു വിട്ട് അനന്യ ചിരിയോടെ ചോദിച്ചു. ഒന്നും പറയണ്ട ടീച്ചറെ, മോൾക്ക് ഇന്ന് മിഡ് ടേമാണ്. രാവിലെ ഒന്ന് റിവിഷൻ ചെയ്യാൻ അവളുടെ കൂടെ ഇരുന്നു, സമയം പോയതറിഞ്ഞില്ല. അതിന് ടീച്ചർ ഇങ്ങനെ ടെൻഷനാവണ്ട. എനിക്കിത് പതിവാ. ഞാൻ ഓടിയെത്തും, ബസ് പോകും. ചിലപ്പോൾ കിട്ടിയാലായി എന്നും വെച്ച് ഞാൻ എന്നും ബസ് സ്റ്റോപ്പ് വരെ എത്തും. എങ്കിൽ ടീച്ചർ വാ, നമുക്കൊരു ഓട്ടോ വിളിക്കാം. ഇതും പറഞ്ഞ് ഗോപിക ടീച്ചർ മുന്നേ നടന്നു. ഹാവു, ഇന്നെനിക്ക് ഷെയർ ഇടാൻ ആളായി. അതെ അതെ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ അനന്യ ടീച്ചറെ. ഓട്ടോ തേടി 2 പേരും അല്പം നടന്നു. റോഡരികിലുള്ള ചെറിയ കോൺക്രീറ്റ് വീടിൻ്റെ അരികിലുള്ള കിണറിൻ്റെ മതിലിൽ ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അനന്യ വരുന്നത് കണ്ടതും അവൻ തുണിയൊക്കെ നേരെയാക്കി ഒന്ന് നിവർന്നിരുന്നു. സുന്ദരി കണ്ണാലൊരു സേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി എന്നയെ തന്തേ ഉണക്കാകെ ജന്മമേ കൊണ്ടേനതർക്കാകെ.
ആഹാ, എന്ത് നന്നായി പാടുന്നു ഇവൻ. ഇവൻ ഇതുവരെ ഈ സൂക്കേട് മാറിയില്ലേ? ഗോപിക സാരിത്തലപ്പ് വയറിന് മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് നടന്നു. ഇല്ല, എന്നെ കണ്ടാൽ അപ്പം തുടങ്ങും. എന്നെ നോക്കി പാടുന്ന നേരം വല്ല ഗാനമേളക്കും പോയി പാടിക്കൂടെ? എന്ന് 4 കാശും കിട്ടും, ജോലിയായി. പക്ഷേ നിന്നെ നോക്കി പാടുമ്പോഴുള്ള ആ സംതൃപ്തി കിട്ടേണ്ടാവില്ല. വഴിയിലൂടെ പോകുന്ന ഓട്ടോയ്ക്ക് ഗോപിക ടീച്ചർ കൈ കാണിച്ച് നിർത്തി. ടീച്ചർ ആദ്യം കയറി, പിറകിൽ അനന്യയും. അനന്യ സാരിത്തുമ്പ് മടിയിൽ വെച്ച് മുകളിൽ തോളിൽ നിന്നെടുത്ത ബാഗും വെച്ചു. ഹാ, അനന്യ മനസ്സിലൊരു നെടുവീർപ്പിട്ടു. ടീച്ചറെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ സൂപ്പർ മാർക്കറ്റിലെ ആ സെയിൽസ് ഗേളിൻ്റെ ഒഴിവിൻ്റെ കാര്യം? ആ ജോലിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ശനിയും ഞായറും ചുമ്മാ വീട്ടിലിരിക്കണ്ടായിരുന്നു. എൻ്റെ പൊന്നു ടീച്ചറെ, ഇക്കണ്ട പണിയൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി ശനിയും ഞായറും കൂടി ഇറങ്ങാൻ തുടങ്ങുന്നേ? ആ പകലെങ്കിലും വെറുതെ ഒന്ന് വീട്ടിലിരിക്കും. ഇങ്ങനെ ശരീരം നോക്കാതെ ഓടിയാലേ നമ്മൾ പെട്ടെന്ന് ചത്തുപോകും. ഗോപിക കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചാകുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോകും. പക്ഷേ എൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ വേണ്ട, എനിക്ക് മരിക്കണ്ട. എൻ്റെ കുടുംബം പട്ടിണിയാകും. അനന്യ മനസ്സിലോർത്തു. ഞാൻ ടീച്ചറെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ടീച്ചറിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. എന്ന് കരുതി നമ്മൾ ജീവിതവും ശരീരവും മറന്ന് ഓടുകയെന്ന് വെച്ചാൽ കാശി ഒരു നിലയിലെത്തിയ എൻ്റെ അല്പം ഭാരം കുറയും. അതുവരെയെങ്കിലും ഏട്ടനുള്ള മരുന്ന് കൂടെ വാങ്ങിയ പിന്നെ ഒന്നുമില്ല കയ്യിൽ. ഇന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശി ലാപ്ടോപ്പ് വാങ്ങാൻ കാശും ചോദിച്ചു. അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനും മനസ്സ് വരില്ല. അനന്യ സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. ആ കണ്ണ് മിഴിനീരാൽ തിളങ്ങി. ശരി, ഞാൻ മഹേഷേട്ടനോട് പറയാം. തരപ്പെടാൻ സാധ്യത കൂടുതലാ. നിന്റെ കാര്യം കൂടി ആകുമ്പോൾ. ഗോപിക ടീച്ചർ പറഞ്ഞത് കേട്ട് ഒരു നേർ പ്രതീക്ഷയോടെ അനന്യ പുറം കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു. താനൊരു ചതിക്കുഴിയിലേക്കാണ് നടന്നു പോകുന്നതെന്ന് അനന്യ അറിയുന്നില്ല. കാരണം അവളുടെ കണ്ണുകൾ കുടുംബഭാരത്താൽ അടഞ്ഞു പോയിരിക്കുന്നു. തുടരും. കഥയുടെ അടുത്ത ഭാഗം ഇടാട്ടോ. അനുരാഗം ഇഷ്ടപ്പെടുന്നുണ്ടോ? അനന്യയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അനന്യയുടെ ജീവിതം അവളൊരു എക്സ്ട്രാ വുമണാണ്. ഒരു വലിയ ജീവിതം തന്നെയാണ്. ഇനി അവൾ ഒത്തിരി ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. എല്ലാം നമുക്ക് വായിച്ചറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, അത് വായിക്കാം. ഞാൻ അഭിപ്രായം പറയുന്നതിനൊക്കെ മറുപടി തരാം കേട്ടോ. താങ്ക് യു പ്രിയമുള്ളവരെ.